ഈ പ്രതിവേട്ടൻ സംസാരിക്കുമ്പോൾ നിരവധി പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപക്ഷെ കണ്ടു കാണുമല്ലോ, FB പേജിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അശ്വമേധം എന്ന പരിപാടി പുനരാരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ. അതിങ്ങനെ ഞാനും ഇപ്പോൾ രാവിലെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭയുടെ FB പേജ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് പറയുന്നത് ആദ്യ സമയത്ത് അശ്വമേധവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ, അതിലെ പാനലിസ്റ്റുകളെ കുറിച്ചൊക്കെയും ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നാണ്. ഞാനല്ല, നമ്മുടെ പ്രേക്ഷകരാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ ആകാംക്ഷയോടെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വമേധത്തിൻ്റെ ആദ്യത്തെ തുടക്കമൊക്കെ ഒരുപാട് തവണ പറഞ്ഞതായതുകൊണ്ട് എന്നാലും ആർക്കെങ്കിലും ഒരാൾക്ക് കേട്ടിട്ടില്ലാത്തവർക്ക് കേൾക്കാനും കേട്ടിട്ടുള്ളവർക്ക് ഓർക്കാനും വേണ്ടി ഇത് ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് 2000-ൽ കൈരളി ആരംഭിച്ച വർഷം. ആ വർഷം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഒരു സുഹൃത്തുമായി കുട്ടിക്കാലത്ത് ഞാൻ സ്കൂൾ കാലത്ത് രൂപം കൊടുത്ത ഈ മനസ്സിൽ പേരോർമ്മിപ്പിച്ചിട്ട് കണ്ടുപിടിച്ച് കളിക്കുന്ന ഒരു കളി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ഞങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പുറകിൽ നിന്ന് താടി വെച്ച മെലിഞ്ഞ ഒരു മനുഷ്യൻ തോളത്ത് തട്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നത് കണ്ടുപിടിക്കാമോ എന്ന് ചോദിക്കുകയും ചായയുടെയും വടയുടെയും ബില്ല് അയാൾ കൊടുക്കും എങ്കിലെന്ന് പറയുകയൊക്കെ ചെയ്യുകയും അദ്ദേഹം വിചാരിച്ച മിഖായേൽ ഷൊളോക്കോവിനെയും കുറിയെടുത്ത് താത്രിയെയും ഒക്കെ ഞാൻ പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വന്ന ഒരു ഫോൺ കൈരളിയിലേക്ക് എത്താനായിരുന്നു. അന്ന് കൈരളി തുടങ്ങുന്ന കാലമാണ്, പത്മവിലാസം കൊട്ടാരത്തിലാണ്. അന്ന് അത് സുഹൃത്തുക്കളാരെങ്കിലും തമാശയ്ക്ക് വിളിച്ചതാണോ എന്നും അറിയില്ല. നോക്കൂ, ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന ആ കാലമെന്ന് പറയുന്നത് എൻ്റെ 27-ാം വയസ്സാണ്. അപ്പോൾ ഞാൻ കൈരളിയിലേക്ക് എത്തുമ്പോൾ അവിടെ റിസപ്ഷനിലുണ്ടായിരുന്ന വയനാടുള്ള ഒരു സുമ എന്ന പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് പ്രദീപ് എന്നാണ്. അപ്പോൾ ഈ കലാലയങ്ങളിലൊക്കെ സർവകലാശാല പ്രതിഭ എന്ന രീതിയിൽ, പ്രഭാഷകൻ എന്ന രീതിയിൽ അറിയാം. റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു നിമിഷം പരിപാടിയിലൂടെ അറിയാം. ദൂരദർശനിലെ ഒരു വിവാദപർവം എന്ന ടോക്ക് ഷോയുടെ അവതാരകരെന്നറിയാമെന്നുള്ളതല്ലാതെ അശ്വമേധം പോലൊരു പ്രചാരമൊന്നുമില്ലാത്തൊരു കാലമാണ്. അപ്പോൾ ഈ സുമ എന്നോട് പറഞ്ഞു, മുകളിൽ എല്ലാവരും ഉണ്ട്, അങ്ങോട്ട് ചെല്ലണം, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി എന്തോ ഉണ്ടല്ലോ, എന്തോ കാര്യമുണ്ട്. ഇതൊന്നും മനസ്സിൽ വരുന്നില്ല, ഈ റെസ്റ്റോറൻറ്റും ഈ വിപരീത സമസ്യയൊന്നും മനസ്സിൽ വരുന്നില്ല. ഞാൻ മുകളിലേക്ക് ചെല്ലുന്നു. മുകളിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായും അവിടെ മുറുകെ തുറന്നകത്തേക്ക് കയറിയപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള പൈജാമയൊക്കെ ധരിച്ച് കുർത്തയൊക്കെ ധരിച്ച് ഈ പിന്നീട് ഉള്ള ജീവിതത്തിൽ ഞാൻ അത്ഭുതത്തോടെ നോക്കി ഇന്നും കാണുന്ന, അതായത് പ്രതിഭകൾ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ എത്രത്തോളം പ്രതിഭകളെ കാണുന്നു. പക്ഷേ പ്രതിഭകളല്ല, ജീവിതത്തിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, സ്വന്തം പ്രതിഭ കൊണ്ടും സ്വന്തം ജീവിതം കൊണ്ടും ഒരു കാലത്തിന് റോൾ മോഡലാകാൻ കഴിയുന്ന അപൂർവങ്ങളിൽ അപൂർവം ആളുകളേ ഉള്ളൂ. അങ്ങനെ ഈ കാലത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ ശരി കൊണ്ട് റോൾ മോഡലായ ഒരു പ്രതിഭയാണ് ശ്രീ മമ്മൂട്ടി. അപ്പോൾ അദ്ദേഹമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ശ്രീ മുരളി, ശ്രീ PT കുഞ്ഞി മുഹമ്മദ്, ശ്രീ സിദ്ധാർത്ഥ മേനൻ, ശ്രീ KR മോഹനൻ, ഒരുപാട് പേർ, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ ബാബു ഭരദ്വാജ്, നിറയെ ആളുകളുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്ന ആളുടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കേട്ടല്ലോ, ശരിയാണോ എന്നറിയണമല്ലോ എന്നൊക്കെ ചോദിക്കുകയും ഞാനുമായി അദ്ദേഹം ഒരു അശ്വമേധത്തിൽ ഏർപ്പെടുകയും ഞാനത് കണ്ടുപിടിക്കുകയും അന്ന് തന്നെ ഒരു കരാറൊപ്പിട്ട് ചാനൽ നമ്മൾ പിന്നീട് പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അന്ന് എന്നെ കണ്ട താടി വെച്ച മനുഷ്യൻ്റെ പേര് സതീഷ് നമ്പൂതിരി എന്നായിരുന്നു. അദ്ദേഹം ICP നമ്പൂതിരിയുടെ മകനായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹത്തിന് ആണത് ബീജാവാപത്തിന് കാരണക്കാരനായത്. തുടർന്ന് സന്തോഷ് പാലി എന്ന ഊർജ്ജസ്വലനായ വളരെ മികച്ച ക്രിയേറ്ററിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ് അശ്വമേധത്തിൻ്റെ ആ എപ്പിസോഡുകളൊക്കെ. ശ്രീ P രാജീവ് അടക്കമുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. ചിത്രാഞ്ജലിയിലായിരുന്നു ആദ്യകാല ഷൂട്ടിംഗ്. പാതിരാത്രി 12:30-1 മണിക്കൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സന്തോഷ് പാലിയുടെ അച്ഛൻ മരിച്ച വിവരം വരുന്നത്. ആ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം തിരികെ പാലക്കാടേക്ക് പോകുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായി UK-യിൽ പല വേദികളിൽ അശ്വമേധം അവതരിപ്പിക്കുകയും സാംസ്കാരിക പ്രഭാഷണം നടത്താനും ഞാനവിടെ എത്തിയിരുന്നു. അന്ന് ശ്രീ സന്തോഷ് പാലി അവിടെ ഒപ്പമുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഒരു അവതാരകയും UK-യിൽ ഉള്ളതുകൊണ്ട് അനുശ്രീ, ആ കുട്ടിയും അവിടെ വന്നു ചേർന്നിരുന്നു. ലോകം വളരെ ചെറുതാണല്ലോ. അപ്പോൾ ബാബു ഭരദ്വാജ് ആയിരുന്നു ആദ്യകാലത്തെ ജോലി. അദ്ദേഹമായിരുന്നു അശ്വമേധത്തിൻ്റെ ഏറ്റവും മികവുള്ള ജീവനാഡിയായി ഒപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശ എന്ന് പറയുന്നത് ഇന്നത്തെ കാലം പോലെയല്ല. മത്സരാർത്ഥി എഴുതിക്കൊണ്ടുവരുന്ന പേര് കമ്പ്യൂട്ടറിലൂടെ നോക്കി വെരിഫൈ ചെയ്യാറില്ല. കമ്പ്യൂട്ടറില്ല, ബാബു ഭരദ്വാജ് തന്നെയായിരുന്നു കമ്പ്യൂട്ടർ.
പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന തുറന്ന മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ശ്രീ ബാബു ഭരദ്വാജ്. ഗണപതി ചെട്ടിയാരെയും മീൻതീറ്റയുടെ പ്രത്യയശാസ്ത്രപക്ഷയും പ്രവാസത്തിൻ്റെ മുറിവുകളും ഒക്കെ എഴുതിയ ബാബുവേട്ടൻ കൈരളിയുടെ കാലം കഴിഞ്ഞതിന് ശേഷവും തമിഴിലും തെലുങ്കിലും ശ്രീലങ്കയിലും അശ്വമേധത്തിൻ്റെ ജൂറിയായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് ശ്രീ RS പ്രദീപും ശ്രീ ജോ ആൻ്റണിയുമൊക്കെ അശ്വമേധത്തിൽ പല കാലങ്ങളിൽ ജൂറികളായി മറ്റ് ഭാഷകളിൽ ഉണ്ടായിരുന്നു. ജോ ആൻ്റണി അദ്ദേഹം ഒരു പൊതുജന പ്രവർത്തകനാണ്. ഏറ്റവും മികച്ച ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു വായനക്കാരനാണ്, ആഴമുള്ള ഡെപ്തുള്ള ഒരു വായനക്കാരനാണ്. മിതഭാഷിയായ ഉയർന്ന ചിന്തകളുള്ള ഒരു മനുഷ്യനാണ്. പൊതുപ്രവർത്തനം അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, നാഷണൽ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. അതിനേക്കാളുപരി അദ്ദേഹം അശ്വമേധത്തിൻ്റെ ആരംഭകാലം മുതൽ അത് ഫോളോ ചെയ്യുകയും തെറ്റുകൾ ആദ്യകാലങ്ങളിൽ വരുമ്പോൾ അദ്ദേഹം നിർദ്ദേശങ്ങളിലൂടെ തിരുത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. നിലവിൽ ജോ ആൻ്റണിയാണ് നമ്മുടെ പുതിയ രൂപത്തിൽ ജൂറിയായി പ്രവർത്തിക്കുന്നത്. ശരി, എന്തായാലും സന്തോഷം. ഒരു ചരിത്രമാണ് അശ്വമേധം എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമുക്ക് വലിയ സമയപരിമിതിയുണ്ട് പ്രതിഭേട്ട, അതുകൊണ്ടാണ് ഈ ഇടപെടുന്നത്. ഈ പ്രതിഭേട്ടൻ ഇപ്പോൾ ഇരിക്കുന്നത് അശ്വമേധം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഫലമാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേരും അശ്വമേധം എന്നാണ് അല്ലേ. അശ്വമേധത്തിൽ ഇരുന്നു കൊണ്ടാണ് അശ്വമേധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരുപാട് ഏറ്റവും കൂടുതൽ ഉള്ളതും കുതിരകളാണ്. അതായിരിക്കുമല്ലോ സ്വാഭാവികം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രിയ, ഒറ്റ കാര്യം കൂടി. ഓക്കെ, പറഞ്ഞോളൂ. അത് പ്രേക്ഷകരോടാണ് പ്രിയ, ഒരു പ്രേക്ഷകരോടാണ്. അത് ഈ സുപ്രഭാതത്തിൽ ചില വേദനിക്കുന്ന കാര്യം പറയുന്നതിൽ അനൗചിത്യം ഉണ്ടെങ്കിലും പറയട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ വീണ്ടും കാണുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ്. 10-11 വർഷങ്ങൾക്ക് മുൻപ് സ്വയാർജിതമായ തെറ്റുകളാൽ തന്നെ മരണത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും പിന്നീട് ആ മരണത്തിൽ നിന്ന് മിറാക്കുലസായി രക്ഷപ്പെട്ട് തെറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക തെറ്റിൽ നിന്ന് വിമുക്തനാവുകയും അതിൽ നിന്ന് സമൂഹത്തിനെ വിമുക്തമാക്കുവാൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിർണായകമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മരണം ഇങ്ങനെ ഒരു പക്ഷിയെപ്പോലെ അതിൻ്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് കൊണ്ടുപോകാൻ നേരത്തും ജീവിക്കുവാൻ ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ സമയത്തും ജീവിക്കണമെന്ന എൻ്റെ ശക്തമായ വാഞ്ചയാണ് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഡോക്ടർമാർ പറയും. അങ്ങനെ ജീവിക്കുവാൻ എനിക്ക് മോഹം തോന്നിയതിന് പിന്നിൽ ഇനിയും തോന്നുന്നതിന് പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ. ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളിലേക്ക് ഞാൻ എത്തുമ്പോൾ, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റൊരാളിൻ്റെ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ച പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, വിദൂരങ്ങളായ സ്ഥലങ്ങളിലെ സ്വന്തം വീട്ടിലെ ടെലിവിഷൻ സെറ്റുകളുടെ മുന്നിലിരുന്ന് എന്നോടൊപ്പം ഞാനായി മാറി നിങ്ങളും മറ്റൊരു മനസ്സിലെ രഹസ്യം കണ്ടെത്താൻ നടത്തുന്ന ആ ശ്രമമുണ്ടല്ലോ, ആ ശ്രമം ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ ഞാനും നിങ്ങളും എന്നത് രണ്ടല്ല, ഞാനും നീയും എന്ന രണ്ടില്ല, മറിച്ച് നമ്മളെന്ന ഒന്നേയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എന്ന വാക്കിൽ ചുണ്ടുകൾ കൂട്ടിമുട്ടില്ല, നീ എന്ന വാക്കിലും ചുണ്ടുകൾ അകന്നു പോകുന്നു. നമ്മൾ എന്ന് പറയുമ്പോൾ മാത്രം കൂട്ടിമുട്ടുന്ന ചുണ്ടുകളുടെ നമ്മൾ എന്ന വാക്കിൻ്റെ ചുംബനം ഈ പ്രഭാതത്തിൽ ഏവർക്കും നേർന്നുകൊണ്ട് വല്ലാത്ത ഉപഭോഗ മത്സരം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൈരളി ടിവിയുടെ പ്രിയങ്കരരായ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ അശ്വമേധം നിങ്ങളുടെ ടെലിവിഷൻ സെറ്റുകളിൽ തന്നെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാത്രി 9:30 കാത്തിരുന്ന് കാണണമെന്നും തെറ്റുകളിൽ എന്നെ തിരുത്തി കൂടുതൽ സുഭദ്രമായി മുന്നോട്ട് പോകാൻ കരുത്തു നൽകണം എന്നും, രണ്ടാമത്തെ കാഴ്ചയ്ക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളെയോ ഗാഡ്ജറ്റുകളെയോ ആശ്രയിക്കണമെന്നും ആദ്യ കാഴ്ച ടെലിവിഷനിൽ തന്നെയാകണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിൻ്റെ 2 ആവർത്തനങ്ങളോടെ നിങ്ങളിലൂടെ മാത്രം ഞാനായ ഞാൻ.